ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കേരള ബസ്സില്ലാത്ത തന്നെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ചിലപ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടാവും, പക്ഷേ ആ ഒരു ഗെയിമിനകത്ത് എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് മോഡ് ആഡ് ചെയ്യുന്നത്, ലിവറി ആഡ് ചെയ്യുന്നത്, ആ ഗെയിമിനകത്തുള്ള ബാക്കി ഡീറ്റെയിൽസ് മൊത്തം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒറ്റ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ഗെയിമിനകത്ത് എല്ലാം മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ അടിപൊളി വീഡിയോ ആണ്. വീഡിയോ ചേർക്കുന്ന ചാനൽ ആയിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ അങ്ങനെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗെയിമിൻ്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങാം. ബസ് സിമുലേറ്റർ കേരള എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 4.4 സ്റ്റാർ റേറ്റിങ്ങും അതേപോലെ തന്നെ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള ഗെയിമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആപ്പ് സ്റ്റോറിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ബസ് സിമുലേറ്റർ കേരള എന്ന് പറഞ്ഞ ഗെയിം. ഇത് ഞാൻ പണ്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് വെറുതെ ബസ് ഓടിക്കുക അങ്ങനെ സംഭവങ്ങളുണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ വന്ന് പിന്നെ നമുക്ക് ലിവറി ആഡ് ചെയ്യാൻ പറ്റും, മോഡ് ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഗെയിം പ്ലേ കൊടുക്കാം. ഗെയിം ജസ്റ്റ് ഇതോടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് നെറ്റ് ഓൺ ചെയ്താൽ ചില സമയത്ത് നെറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്താലും കളിക്കാൻ പറ്റും തോന്നുന്നു. പക്ഷേ ഞാൻ നെറ്റ് ഓൺ ചെയ്തിട്ടാണ് എപ്പോഴും കളിക്കാറ്, അതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയിൽ കട്ടാവും. അപ്പോൾ നെറ്റ് വേണം ഗെയിം കളിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റാളിങ് ഗെയിം മാനേജർ, ഇൻസ്റ്റലൈസിങ്, ലോഡിങ് സ്കിൻ. അപ്പോൾ ഞാനതിൽ കുറച്ച് വണ്ടികളും സ്കിന്നും സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത ബസ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഗാരേജ് എടുക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗെയിം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന വണ്ടി ആദ്യം കാണിച്ചു തരാം. ഗെയിം തുടങ്ങുമ്പോൾ ഇതായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന വണ്ടി. ഇതിൽ തന്നെ ഇഷ്ടംപോലെ സ്കിന്നുകളുടെ ഓപ്ഷൻ ഉണ്ട്. ഐസ് ഏജ് ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിക്കാച്ചു, സൺഫ്ലവർ, സൂപ്പർ. ഇതിലപ്പോൾ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് പിക്കാച്ചു ആണ്. പിക്കാച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗെയിമിലുള്ളതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കിന്നാണ് പിക്കാച്ചു സ്കിൻ. ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ 500 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാൻസൽ കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള വേറെ വണ്ടികൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നല്ല, നമുക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടികൾ. ഇതാണ് രണ്ടാമത്തെ വണ്ടി. ഇതിന് 25,000 രൂപ കൊടുക്കണം. ഈ ഒരു വണ്ടി KSRTC വണ്ടി വാങ്ങണമെങ്കിൽ. അതിൽ തന്നെ വേറെ കുറേ ലിവറി ഉണ്ട്, ഓർഡിനറി ലിവറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ്, SC എന്താണെന്ന് എനിക്കറിയില്ല, സൂപ്പർ എക്സ്പ്രസ് ആണ് SC. പിന്നെ ഇത് സൂപ്പർ ഫാസ്റ്റ്, അങ്ങനെ കുറച്ച് ലിവറികളുണ്ട്. പിന്നെ ഏറ്റവും മൂന്നാമത്തെ ബസ് ഇതാണ്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് റീസെറ്റ് കൊടുക്കാം. ഇങ്ങനെയായിരിക്കും ബസ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങണം. ഇതിന് 35-32 തോന്നുന്നു വില. അപ്പോൾ ഇതിൽ നമുക്ക് സ്കിന്ന് ഞാൻ ആഡ് ചെയ്തതാണ്, അത് കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി ഉള്ള സ്കിന്നുകൾ ഇത് രണ്ടുമാണ്, ഇതും. അപ്പോൾ ഇങ്ങനെ സ്കിന്നുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് റിസെറ്റ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് 35,000 25,000 ഒക്കെ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിം കളിച്ചിട്ട്, അതായത് ഗെയിമിൽ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റും. അതായത് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവിട്ടതിന് ശേഷം നമുക്ക് ക്യാഷ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു ബസ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ അവിടെ 25,000 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും, വാച്ച് ആഡ് ആൻഡ് ഗെറ്റ് 1000. അപ്പോൾ ഈ വാച്ച് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ആഡ് ലോഡായിട്ട് വരും. അപ്പോൾ ആഡ് കണ്ടാൽ നമുക്ക് 1000 രൂപ കിട്ടും. അങ്ങനെ കുറേ ആഡ് കണ്ടാൽ 25,000 35,000 അതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബസ് വാങ്ങിച്ചത്. ഞാൻ ട്രിപ്പ് 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റാണ് നൈറ്റ് വ്യൂ. ജസ്റ്റ് ഇതേപോലെ ഈ ബസ്സിൻ്റെ അല്ല, വേറെ ബസ്സിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചാലാണ് കുറച്ചും കൂടി അടിപൊളിയാവുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. ഇത് അടിപൊളിയായിരിക്കും. കണ്ട ലൈറ്റിംഗ് ഒക്കെ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇത് ഒരു അടിപൊളി അപ്ഡേറ്റാണ്. കൊമ്പൻ്റെയും നമ്മൾ ആഡ് ചെയ്യുന്ന ബസ്സിനനുസരിച്ച് നൈറ്റ് വ്യൂ ഇങ്ങനെ സെറ്റായി വരും. അതുകൊണ്ടായാലും അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ക്യാൻസൽ എടുക്കാം. അതിനുശേഷം ബാക്കി സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ സ്റ്റോറുണ്ട്, സെറ്റിങ്സ് ഉണ്ട്. സ്റ്റോറിൽ നമുക്ക് ക്യാഷ് വാങ്ങാനാണ്, റിയൽ മണി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങാൻ. അതെന്തായാലും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം. അത് അത്ര ആവശ്യമുള്ളൂ. പിന്നെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ഗ്രാഫിക്സ് ഹൈ ആണ് ഇട്ടേക്കുന്നത്, റെസൊല്യൂഷൻ 100% ആണ് ഇട്ടേക്കുന്നത്. ബാക്കി ടെക്സ്ചർ ക്വാളിറ്റി, ഫ്രെയിം റേറ്റ് 60, ഷാഡോ ഹൈ എല്ലാം ഞാൻ ഹൈയിലിട്ടുണ്ട്. കൺട്രോൾസ് വീലുണ്ട്, ബട്ടൺ ഉണ്ട്, ടിൽറ്റ് ഉണ്ട്. ഞാൻ വീലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റിയറിങ് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്.
പെഡൽസ് അതുണ്ട്. പിന്നെ വെഹിക്കിൾസ് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മിറർ, പിന്നെ വോളിയം. പിന്നെ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഡേ വേണമെങ്കിൽ ഡേയിലത്തെ ടൈം സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 11 എടുക്കുന്നത്, അപ്പോൾ രാവിലത്തെ 11 മണി ആയിരിക്കും. പിന്നെ ഇപ്പോൾ 17 അപ്പോൾ വൈകിട്ട് 5 മണിയിലത്തെ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ 20, 22 8 മണി 9 മണി നൈറ്റായി. പിന്നെ ഇവിടേക്ക് കുറച്ചും കൂടി നീക്കി കഴിഞ്ഞാൽ 24 ഡേ റെയിനിയായി. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് റെയിൻ, അങ്ങനത്തെ ഓപ്ഷനുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ ഓപ്ഷനാണ് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ BSK 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ ബസ്സുകളാണ്. കൊണ്ടോട്ടി എന്ന് പറഞ്ഞത് ഞാൻ ആഡ് ചെയ്ത വേറെ ബസ്സാണ്. അപ്പോൾ 3ാമത്തെ ബസ്സിലാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് BSK 3 എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ആഡ് സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കിന്ന് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആഡ് സ്കിൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലുള്ള സ്കിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഇവിടെ ആഡ് ആയി കിട്ടും. ഈസിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സ്കിൻ മാത്രം ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോഡ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് മോഡ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതേപോലത്തെ ബസ്സിൻ്റെ മോഡുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ബസ് കസ്റ്റമൈസേഷൻ എടുക്കുക, പ്ലെയർ എടുക്കുമ്പോൾ ട്രാഫിക്കിൻ്റെ മുകളിലുള്ള പ്ലെയർ എടുക്കണം. അപ്പോൾ പ്ലെയർ എടുക്കുമ്പോൾ ഇവിടെ ആഡ് ന്യൂ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ മോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ് ഇതിൽ മോഡ് ആഡ് ചെയ്യാൻ. അപ്പോൾ അതും എവിടെ നിന്നാണ് മോഡ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അതും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമുക്ക് ട്രിപ്പ് പോകുന്ന സംഭവം കൂടി കാണിച്ചു തരാം. ട്രിപ്പ് പോകാനായിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത ബസ്സാണ്. അതാണ് അതിൻ്റെ സ്റ്റിയറിങ് ഈ ഒരു ലുക്കിലിരിക്കുന്നത്. 360 ഡിഗ്രി വ്യൂ ആണിത്. പിന്നെ മുകളിലൊരു ഐൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ സ്റ്റിയറിങ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഡ്രോൺ വ്യൂ ഉണ്ട്. ഇവിടെ ഡ്രോണിൻ്റെ, അതായത് ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇടുക. അതിനുശേഷം ഇവിടെ ഈ കണ്ണിൻ്റെ അടിയിൽ ഒരു ഡ്രോണിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബസ്സിൻ്റെയൊക്കെ ഇതേപോലെ അമർത്തി പിടിച്ചാൽ മുകളിലോട്ട് ഇങ്ങനെ പോവും. അതിനുശേഷം ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ആക്കാം. കണ്ട ഇതേപോലെ ഡ്രോൺ വ്യൂ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. സൗണ്ട് ഞാനിപ്പോൾ കുറച്ചിട്ടേക്കണതാണ് കേൾക്കാത്തത്. പിന്നെ നമ്മുടെ ലുക്ക്, അതായത് വണ്ടിയുടെ വ്യൂവിങ് ആംഗിളുകൾ ഇതുണ്ട് 360 ഡിഗ്രി ഉണ്ട്. അങ്ങനെ എല്ലാ ആംഗിളുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിളിലാണ് ഞാൻ മിക്കവാറും വണ്ടി ഓടിക്കാറ്. ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്. പിന്നെ ഹെഡ്ലൈറ്റ്, ഹോണ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആദ്യം തന്നെ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കാം. ഡ്രൈവിലിടുക, സാധാ പോലെ ആക്സിലേറ്റർ മാറ്റാം, വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാത്തുള്ളൂ. ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടുണ്ടായില്ല, ഹാൻഡ് ബ്രേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ വണ്ടി എടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു പാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടേക്കോട്ട് ഇങ്ങനെ കയറ്റിയില്ല വണ്ടി, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ്, റിവാർഡ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് സ്റ്റാർട്ട് ട്രിപ്പ് കൊടുക്കുക. അതിനുശേഷം ആൾക്കാരിലേക്ക് കയറ്റണം. അതിൽ ലൊക്കേഷൻ ഇവിടെ മുകളിൽ മാപ്പ് ഉണ്ട്. എവിടെ നിന്ന് എവിടം വരെയാണ് പോകേണ്ടതെന്നുള്ള മാപ്പ് ഫുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പുകൾ വരും. അവിടെയൊക്കെ വണ്ടി നിർത്തിയതിന് ശേഷം ആൾക്കാരെ കയറ്റാം. അപ്പോൾ ആൾക്കാരെ കയറ്റുന്ന കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ മാപ്പ് നോക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കേരള ബസ് സിമുലേറ്റർ ആയതുകൊണ്ട് കേരളത്തിലെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമ്മൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലൊക്കെ കേരള ട്രാഫിക്കൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ഇതിലെല്ലാം ഫുള്ള് കേരള വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പോവാം. ഇടയിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് വരുമ്പോൾ മാപ്പിലും കാണാൻ പറ്റും, മുമ്പിൽ നോക്കിയാലും ബസ് സ്റ്റോപ്പ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യൂ ഇട്ട് ഓടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ വ്യൂ ആണ് കൂടുതൽ ഓടിക്കാറ്. വേണ്ട, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വന്നു. ജസ്റ്റ് അങ്ങോട്ട് കുറച്ചങ്ങ് കയറ്റി ഇവിടെ ഒന്ന് നിർത്തി കൊടുക്കുക. അവിടെ മുകളിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കണ്ട. അയ്യോ, ബ്രേക്ക് പിടിച്ചത് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് റിവേഴ്സ് എടുക്കുക. അയ്യോ, അപ്പോഴേക്കും വേറെ ബസ് വന്നു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് കയറ്റി എടുത്തിട്ട് റിവേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഇതേപോലെ ബാക്ക് എടുത്ത് പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ബസ് സ്റ്റോപ്പിലൊന്ന് കൊണ്ട് നിർത്തി നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ഡോർ ഒന്ന് വന്ന് കാണാം. ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയൊന്നും കൊണ്ട് നിർത്തരുത്, അതായത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ആൾക്കാർ കയറി കഴിയുമ്പോൾ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് കാണാം. ഡോർ അടയ്ക്കാം, എന്നിട്ട് ജസ്റ്റ് വണ്ടി എടുത്ത് പോകാം. അത് നമ്മുടെ ഇന്ത്യയുടെ വ്യൂ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓടിച്ച് പോകാതെ അടുത്ത സ്റ്റോപ്പ് എത്താതായതിൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ നേരത്തെ പോലെ തന്നെ അവിടെ എത്തി കൃത്യം നിർത്തുക, ബ്രേക്ക് പിടിച്ചാൽ നിർത്തുക, ഡോർ തുറന്ന് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ കയറും. വേണ്ട അവിടെ നിർത്തി. അപ്പോൾ ഇത്രയുള്ള അങ്ങനെ കുറേ ദൂരം പോയി കഴിയുമ്പോൾ മാപ്പിലെത്തിയ സ്ഥലം എത്തുന്നത് കാണാൻ പറ്റും. നമ്മൾ വേറൊരു ബസ് സ്റ്റോപ്പിലെത്തും, ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡിലെത്തും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിയും, നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോഴും നമുക്കൊരു ആഡ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് കണ്ട 3x എത്രയാണ്ടായിട്ട് ക്യാഷ് കിട്ടും. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാഷ് ആവും. അങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഗെയിം. ടോട്ടൽ എല്ലാ സംഭവങ്ങളുടെയും വീഡിയോസ് നമ്മൾ സെപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. ഇതിലും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.